നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ആദ്യം പഠിക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്താണ്. അന്ന് നമ്മൾ സ്നേഹിക്കപ്പെടാൻ മാത്രം അറിയുന്നവരായിരുന്നു. നമുക്ക് വിശക്കുമ്പോൾ ആഹാരം നൽകാനും ഓർക്കം വരുമ്പം താരാട്ട് പാടാനും നമ്മുടെ ഓരോ കൊച്ചു സങ്കടങ്ങളിലും കൂട്ടിരിക്കാനും അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് തിരിച്ചൊന്നും നൽകേണ്ടി വന്നിരുന്നില്ല. മാതാപിതാക്കളുടെ ക്ഷീണമോ അവരുടെ പ്രശ്നങ്ങളോ ഒന്നും അന്ന് നമ്മുടെ വിഷയമായിരുന്നേയില്ല. സ്നേഹം എന്നത് ഒരാൾ നമുക്ക് തരുന്ന സേവനം മാത്രമാണെന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ചു. വളർന്ന് വലുതാവുമ്പോഴും നമ്മൾ ഉപബോധ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇതേ സ്നേഹമാണ്. നമ്മുടെ പങ്കാളി നമ്മുടെ മനസ്സ് വായിക്കണമെന്നും നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാതെ തന്നെ അറിഞ്ഞ് ചെയ്യണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ ആ അമ്മയുടെ സ്നേഹം മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ദുരന്തത്തിനുള്ള തുടക്കമാണ്. കാരണം നിങ്ങളുടെ പങ്കാളിയും നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. രണ്ട് കുട്ടികൾ ഒരേ സമയം കരഞ്ഞുകൊണ്ട് പരസ്പരം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണത്. ഒരു വ്യക്തി പക്വത പ്രാപിക്കുന്നത് എപ്പോഴാണെന്നോ, ഈ ലോകം തനിക്ക് ചുറ്റുമാണ് കറങ്ങുന്നത് എന്ന ചിന്ത ഉപേക്ഷിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നമുക്ക് സ്നേഹം വേണമെന്ന് വാശി പിടിക്കുന്നതിന് പകരം നമ്മുടെ പങ്കാളിയെ ഒരു കുട്ടിയെപ്പോലെ കരുതലോടെ നോക്കാൻ നമുക്ക് കഴിയണം. അവർ ക്ഷീണിതരായിരിക്കുമ്പം, അവർക്ക് വിഷമം ഉണ്ടാകുമ്പം സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ഒരു നല്ല മാതാപിതാക്കൾ തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന ആ നിസ്വാർത്ഥമായ കരുതൽ നമ്മുടെ പങ്കാളിക്ക് നൽകാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹിക്കൽ. മുതിർന്നവർ തമ്മിലുള്ള സ്നേഹം എന്നത് പരസ്പരമുള്ള സഹായമാണ്. എപ്പോഴും ഒരാൾക്ക് മാത്രം സ്നേഹം നൽകാൻ കഴിയില്ല. പക്ഷെ ആരെങ്കിലും ഒരാൾ ആദ്യം ആ മുതിർന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകുള്ളൂ. നമുക്ക് സ്നേഹിക്കപ്പെടാൻ മാത്രമല്ല, മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്നും കൂടി പഠിക്കാം. അപ്പോഴാണ് ബന്ധങ്ങൾ അർത്ഥവത്താവുന്നത്. താങ്ക് യു. ബൈ ബൈ.